വിവാദമായ വനനിയമ ഭേദഗതി ബില്ലിൽ നിന്ന് പിന്മാറി സർക്കാർ. മലയോര ജനതയ്ക്കെതിരെ ഒരു നിയമവും ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ബില്ലിൽ ജനങ്ങൾക്ക് ആശങ്ക വേണ്ട. ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭേദഗതി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. പ്രതികരണം കേൾക്കാം. കർഷകർക്കും പ്രത്യേകിച്ച് മലയോര മേഖലയിൽ വസിക്കുന്ന ജനവിഭാഗങ്ങൾക്കും അവരുടെ ന്യായമായ താൽപ്പര്യത്തിനെതിരെ ഒരു നിയമവും ഈ സർക്കാർ ലക്ഷ്യമിടുന്നില്ല. അത്തരം ആശങ്കകൾ പരിഹരിക്കാതെ മുന്നോട്ട് നീങ്ങാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് വ്യക്തമാക്കാനുള്ളത്. കേന്ദ്രത്തിനെതിരെ ഒരു തഗ് പ്രസ്താവനയും വനനിയമവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായിരുന്നു. അതുകൂടി ഒന്ന് കേൾക്കാം. കടുവ, പുലി ഇവയൊക്കെ നാട്ടിലിറങ്ങിയാൽ ആദ്യപടി എന്ന നിലയിൽ വേണ്ടത് ഒരു 6 അംഗ സമിതി രൂപീകരിക്കലാണ്. ഈ 6 അംഗ സമിതി ചേർന്ന് അവരിരുന്ന് കമ്മിറ്റി കൂടി അതിനുശേഷം കാര്യങ്ങൾ നീക്കുകയാണ്. അപ്പോൾ ഈ കമ്മിറ്റി കഴിയുന്നതുവരെ പുലി ആ സ്ഥലത്ത് നമ്മുടെ നിയമത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത്. പുലി അവിടെ തന്നെ നിൽക്കുമെന്ന് കാണാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ കേന്ദ്ര വന നിയമത്തിൽ ഭേദഗതി വേണം എന്നത് മുഖ്യമന്ത്രി വളരെ നൈസായി അവതരിപ്പിച്ചതാണ്. ഇനി എന്തുകൊണ്ടായിരിക്കും വിവാദ ഭേദഗതികൾ വനനിയമത്തിൽ വേണ്ട എന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചത്? അതിന്റെ കാരണങ്ങൾ ഇവയാണ്. 1. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 185 പഞ്ചായത്തുകളിലും ഈ സർക്കാരിനെതിരെ ജനരോഷം രൂപപ്പെടാനിടയുണ്ട്. അവിടെ പ്രതിഷേധിക്കുന്ന മലയോര കർഷകരും അവിടെയുള്ള മനുഷ്യരും വന്യജീവി സംഘർഷത്താൽ പൊറുതിമുട്ടി നിൽക്കുമ്പോഴാണ് ബീറ്റ് ഓഫീസർക്കടക്കം അറസ്റ്റിനുള്ള അധികാരങ്ങൾ കൽപ്പിച്ചുകൊണ്ടുള്ള പുതിയ വനനിയമ ഭേദഗതി വരുന്നത്. തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി. മറ്റൊന്ന്, PV അൻവർ ഉയർത്തിവിട്ട വിവാദവും PV അൻവർ വലിച്ചെറിഞ്ഞ MLA സ്ഥാനവും ഈ വനനിയമ ഭേദഗതി എതിർത്തുകൊണ്ടുള്ളതായിരുന്നു. അതാവട്ടെ ഏറ്റെടുക്കാൻ പോകുന്നത് UDF-ഉമാണ്. അങ്ങനെ UDF PV അൻവർ MLA സ്ഥാനം രാജിവെച്ചുയർത്തിവിട്ടിയ വലിയ വിവാദം ഏറ്റെടുത്ത് വനനിയമ ഭേദഗതി സഭയിലും ഒപ്പം പുറത്തും വലിയ പ്രക്ഷോഭം ഉയർത്താൻ പോകുന്ന ഘട്ടത്തിലാണ് വനനിയമ ഭേദഗതി പിൻവലിക്കുന്നത്. മാത്രവുമല്ല, ഏറ്റവും നിർണായകമായത് വനവന്യജീവി സംഘർഷ മേഖലകളിലെല്ലാം തന്നെ വളരെ സ്വാധീനമുള്ള സഭകൾ ഈ വനനിയമ ഭേദഗതി എതിർത്ത് രംഗത്ത് വന്നിരുന്നു. ഏതെങ്കിലും തരത്തിൽ വനം വകുപ്പ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുണ്ടായാലടക്കം അവിടെ അറസ്റ്റ് രേഖപ്പെടുത്താനും ഉള്ള അവകാശം ബീറ്റ് ഓഫീസർക്കടക്കം നൽകുന്നു എന്നതാണ് പ്രത്യേകത. അതിൽ കുടുങ്ങാൻ പോകുന്നതിലധികവും സഭയിലെ വിശ്വാസികളാണ് എന്നത് സഭയെ ആശങ്കപ്പെടുത്തിയിരുന്നു. സഭയുടെ സമ്മർദ്ദം പ്രധാന കാരണമായി. മറ്റൊന്ന്, ഈ ഒക്ടോബറിലെടുത്ത ഈ തീരുമാനത്തെ ജോസ് കെ മാണി ഘടകം പിന്തുണച്ചിരുന്നില്ല. പലതവണ ജോസ് കെ മാണി, കേരള കോൺഗ്രസ് മാണി വിഭാഗം വളരെ കൃത്യമായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. മാത്രവുമല്ല, ജോസ് കെ മാണി വിഭാഗം മറുഭാഗത്തേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ കൂടി ശക്തമാകുമ്പോൾ ഇതൊരു വിഷയമായി ജോസ് കെ മാണിക്ക് അപ്രീതി തോന്നേണ്ടതില്ല. അഥവാ കേരള കോൺഗ്രസ് മാണിയുടെ സമ്മർദ്ദം അതിനെ അതിജീവിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് സ്വാഭാവികമായും ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. അങ്ങനെ 2024 ഒക്ടോബറിൽ ചർച്ചകൾക്ക് തുടക്കമിട്ട വനനിയമ ഭേദഗതി എന്ന ആശയത്തിൽ നിന്ന് സർക്കാർ പൂർണ്ണമായും പിന്നാക്കം പോയിരിക്കുന്നു. ഈ വനനിയമ ഭേദഗതി പിൻവലിച്ചുള്ള സർക്കാരിന്റെ തീരുമാനത്തിൽ ആശ്വാസവും സന്തോഷവും എന്നാണ് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞത്. മലയോര കർഷകരുടെ ആശങ്കകളെ സർക്കാർ ഗൗരവത്തിലെടുത്തു. മുഖ്യമന്ത്രിയോട് നന്ദി അറിയിക്കുന്നുവെന്നും മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. കേൾക്കാം. കേരള വനനിയമ ഭേദഗതി നടത്തുന്നതിനുള്ള സംരംഭത്തിൽ നിന്ന് സർക്കാർ പിന്മാറുന്നു എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് അറിയിച്ചത് ഏറെ ആശ്വാസത്തോടെ സന്തോഷത്തോടെയാണ് കേരള സമൂഹം, വിശിഷ്യ കർഷക സമൂഹം, മലയോരത്തെ മനുഷ്യർ ശ്രവിച്ചത് എന്നുള്ളത് നന്ദിയോടെ അറിയിക്കുകയാണ്. എന്തായാലും സർക്കാർ യു-ടേൺ അടിച്ചത് നന്നായി. അല്ലെങ്കിൽ സർക്കാരിനെ ജനങ്ങൾ യു-ടേൺ അടിപ്പിച്ചേനെ എന്ന് PV അൻവർ പറഞ്ഞു. ജനവിരുദ്ധമാണ് ബില്ല്. ഉദ്യോഗസ്ഥർ ഗുണ്ടകളായി മാറിയേനെ. തന്റെ നിയമസഭാ അംഗത്വം വരെ ഇക്കാര്യത്തിൽ തിരിച്ചേൽപ്പിച്ചു. സർക്കാർ ഇതിൽ ഉറച്ചു നിൽക്കണമെന്നും PV അൻവർ പ്രതികരിച്ചു. കേൾക്കാം. അല്ല, യു-ടേൺ അടിച്ചത് അവരെ സംബന്ധിച്ച് നന്നായി. അല്ലെങ്കിൽ അവരെ ജനങ്ങളെ യു-ടേൺ അടിപ്പിക്കുമായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാത്ത പരിപൂർണമായിട്ടും ജനവിരുദ്ധമായിട്ടുള്ള, ഞാൻ ഒരൊറ്റ വാക്കാണ് ഉപയോഗിച്ചത്, ആ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ കേരളത്തിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ സർക്കാർ ശമ്പളം കൊടുക്കുന്ന ഗുണ്ടകളായി മാറുമെന്ന് ഞാൻ പറഞ്ഞതാണ്.
എന്തായിരുന്നാലും എൻ്റെ ഒരു നിയമസഭാ അംഗത്വം ജനങ്ങൾക്ക് തിരിച്ച് സമർപ്പിച്ചിട്ടാണെങ്കിൽ പോലും ജനങ്ങൾ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധത്തിലാണ് എന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സർക്കാർ നിന്ന് പിന്മാറിയിട്ടുള്ളത്. എന്തായിരുന്നാലും അതിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. ഇതിൽ സർക്കാർ ഉറച്ചു നിൽക്കണം. വനമന്ത്രിയും വനം വകുപ്പും സർക്കാരും നിസ്സംഗത പുലർത്തുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. വന്യജീവി ആക്രമണം തടയാൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. സർക്കാർ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കുകയാണെന്നും വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. അതുകൂടി കാണാം. ഏകദേശം 1000-ഓളം പേരാണ് ഈ സമീപ വർഷങ്ങളിൽ വന്യജീവി ആക്രമണത്തിൽ കേരളത്തിൽ കൊല്ലപ്പെട്ടത്. നിസ്സംഗമായ ഒരു സമീപനമാണ് വനം വകുപ്പിൻ്റെയും വനം വകുപ്പ് മന്ത്രിയുടെയും സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുക. നേരത്തെ പണ്ട് മതിൽ കെട്ടുമായിരുന്നു, കിടങ്ങ് കുഴിക്കുമായിരുന്നു, സൗരോർജ്ജ വേലി കെട്ടുമായിരുന്നു. ഇപ്പോൾ ഒരേ ഏർപ്പാടുമില്ല. ഇപ്പോൾ മനുഷ്യരെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്.